one-person company. Companies Act 2013 has introduced the concept of one-person company. ഇപ്പോൾ 2013 കമ്പനീസ് ആക്ട് ആണ് വൺ പേഴ്സൺ കമ്പനി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. It is defined by section 2 subsection 62 of the act as Companies Act തന്നിരിക്കുന്ന ഡെഫിനിഷൻ നമുക്ക് നോക്കാം. A company which has one person as its member. ഒരു വ്യക്തി മാത്രമാണ് അവിടെ കമ്പനിയുടെ മെമ്പറായിട്ട് വരുന്നത്. Only natural person who is an Indian citizen and resident in India can be a member of one person company. ഇപ്പോൾ ഒരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കും, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, അതുപോലെ തന്നെ ആൻഡ് റെസിഡന്റ് ഇൻ ഇന്ത്യ. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് വൺ പേഴ്സൺ കമ്പനിയിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്.